മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL-ഉം തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഇതേ ആവശ്യം നേരത്തെ തള്ളിയിരുന്നു. ഇതിനെതിരെ മാത്യു കുഴൽനാടൻ MLA-യും കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബുവും സമർപ്പിച്ച റിവിഷൻ ഹർജികളാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് CMRL നിന്ന് വീണ പണം കൈപ്പറ്റിയത് എന്നായിരുന്നു റിവിഷൻ ഹർജികളിലെ ആരോപണം. മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നതുകൊണ്ട് ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം എതിർകക്ഷിയാക്കിയായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി. 1,72,00,000 രൂപ CMRL വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കിന് പ്രത്യേക സേവനമൊന്നും വാങ്ങാതെ ഉപഹാരമായി നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതേ ആരോപണത്തിന്മേൽ EDയും കേസെടുത്തിരുന്നു. പിന്നാലെ കേന്ദ്ര ഏജൻസിയായ SFIOയും ഇതേ ആരോപണം അന്വേഷിച്ചു. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ മാസങ്ങൾക്ക് മുമ്പ് വാദം പൂർത്തിയാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനായി കേസ് മാറ്റുകയായിരുന്നു. 2 ഹർജികളും കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തള്ളി. ആരോപണത്തിന്മേൽ വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് തീർപ്പാക്കി. കേസിൽ നിയമപോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ സംസ്ഥാനത്ത് നടന്ന വലിയ അഴിമതിക്കെതിരെ എന്നാൽ കഴിയുന്നത് പോലുള്ള പോരാട്ടം അത് ഇതിൻ്റെ അറ്റം വരെ ഞാൻ നടത്തുമെന്ന് നൽകിയ വാക്കാണ്. ആ വാക്ക് ഞാൻ പാലിക്കും. പോരാട്ടം തുടരും. സർക്കാരിനെതിരായ എല്ലാ ആരോപണങ്ങളും വാർത്തകളിൽ നിലനിൽക്കാൻ വേണ്ടി പ്രതിപക്ഷം പടച്ചുണ്ടാക്കുന്ന അപവാദങ്ങളാണെന്ന് മന്ത്രി MP രാജേഷ്. മാധ്യമങ്ങൾക്കായി ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ കോടതികളിലെത്തുമ്പോൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രിയുടെ പരിഹാസം. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത്. അതേസമയം മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം ഹൈക്കോടതി റദ്ദാക്കി. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.